ഹലോ 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 നിങ്ങളുണ്ടോ? നിങ്ങളിവിടെ ഉണ്ടല്ലേ? അപ്പൊ നിങ്ങളെ ഉണ്ടല്ലോ, നിങ്ങളുടെ പ്രായമൊക്കെ വെളിപ്പെടുത്തി ഞങ്ങളൊരു പരിവാക്കി വെച്ചേക്കാം. ജ്യോതിഷേട്ടാ, ഞാൻ നിങ്ങളുടെ പ്രായം ഇദ്ദേഹം SK എന്നോട് ഒരുപാട് ചോദിച്ചു. ഞാൻ പ്രായം പറഞ്ഞിട്ടില്ല. ചോദിച്ചിട്ട് പറഞ്ഞില്ല. കുത്തി ചോദിച്ചു, ഞാൻ പറഞ്ഞില്ല. ഒരു മര്യാദ വേണ്ടത്. പ്രായമൊക്കെ എനിക്ക് പറയുന്നതിൽ വിഷമമില്ല. അതായത് ബൈജുവിനെക്കാളും 2 വർഷം സീനിയർ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള ആളാണ് മോണോ സ്കൂളില്. ആഹാ, അത് 2 വർഷം സീനിയർ ആണ്. ജൂനിയർ ആണെന്ന് ബൈജു പറയും. ബൈജുവിന് ഇഷ്ടം കൂടുതൽ പ്രായം ഉണ്ടെന്ന് പറയാനാണ്. അല്ലല്ല, സമ്മതിക്കില്ല. ബൈജു ജഗദീഷ് പറഞ്ഞതറിയോ? ബൈജു പറഞ്ഞത് ജഗദീഷിനേക്കാളും ഭയങ്കര സീനിയർ ആണ്. ഒരുപാട് സീനിയറാ. അല്ല, ഭയങ്കര സീനിയർ എന്ന് പറയുന്നത് അതൊരു ബഹുമാനത്തിന്റെ പേരില. ഞാൻ അവിടെ പഠിക്കുമ്പോ 9 പഠിക്കുമ്പോ 7 പഠിക്കുന്നു ബൈജു. നട്ടാ കുരുക്കാത്ത കള്ളം കേട്ടാ, കള്ള ചാനലിൽ വന്നിരുന്നത് കള്ളം പറയുന്ന. അത് പക്ഷെ ബൈജു എല്ലാത്തും പറയുന്നത് പുള്ളി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ജനിച്ചിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല. ബൈജുവിന് എപ്പോഴും താല്പര്യം അറിയോ? കൂടുതൽ പ്രായം ഉണ്ടെന്ന് പറയാനാണ്. നമുക്കൊക്കെ താല്പര്യം നമ്മുടെ ചെറുപ്പമാണെന്ന് പറയാനാണ്. ഇത് കുറെ നാളായിട്ട് ആര് ചോദിച്ചാലും പറയുന്ന ഒരു സ്ഥിരം ഡയലോഗാണ്, ഞാൻ ബൈജുവിനെക്കാളും 2 വർഷം സീനിയർ ആയിട്ട് പഠിച്ചാണെന്ന്. അപ്പൊ എന്റെ വയസ്സ് എല്ലാവർക്കും അറിയാലോ, പുള്ളിയുടെ വയസ്സ് ആർക്കും അറിയില്ല. അപ്പൊ എന്റെ വയസ്സ് വെച്ച് 2 വയസ്സ് കൂട്ടും. അപ്പൊ എത്ര വയസ്സാകും? 57 വയസ്സേ ഉള്ളൂ. മലയാള സിനിമയിലെ തലയെടുപ്പുള്ള ഒരു കൊമ്പനാണ്. ഞാന് MG കോളേജിൽ ചെല്ലുമ്പോ ജഗദീഷ് ചേട്ടൻ അവിടുന്ന് പോയി. അവിടുന്ന് സാറായിരുന്നു, വേറെ കോളേജിലേക്ക് പോയി. ഇനി മേലാൽ എന്റെ 2 വർഷം സീനിയർ ആണെന്ന് ഇവിടെ പറഞ്ഞ് ഞാൻ അറിഞ്ഞ. ഒരു മര്യാദ വേണം. മര്യാദ വേണ്ടേ? മലയാള സിനിമയിലെ തലയെടുപ്പുള്ള കൊമ്പനാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അല്ല, അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചാ നിക്കുന്നത്. ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പൻ മലയാള സിനിമയിലെ. പക്ഷേ എനിക്ക് സന്തോഷമായ ഒരു കാര്യം അറിയോ ജഗദീഷി? ഞാൻ ചോദിച്ചു അകത്ത് പോയിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചേ അകത്ത് പോയാൽ പേടിയുണ്ടോന്ന് ചോദിച്ചു. അല്ല, AC റൂമിൽ ഇരിക്കുന്നല്ല, അകത്ത് പോയി കഴിഞ്ഞാൽ ബൊമ്പം പോറാന്ന് ഉള്ളിക്കറിയാന്ന് പറഞ്ഞു. അല്ല, 2 രീതിയിൽ വിശേഷിപ്പിക്കാം ബൈജുവിനെ. 1 തലയെടുപ്പുള്ള കൊമ്പൻ, 2 സ്നേഹമുള്ള സിംഹം. രണ്ടും ഉണ്ടോ? നിധി കൂടുതൽ. താങ്ക് യു. കാരണം ബൈജു എത്ര ഇടഞ്ഞു നിന്നാലും തളയ്ക്കാൻ കഴിയുന്ന ഒരു പാപ്പാനാണ് ഞാൻ. സ്നേഹത്തിന്റെ മുന്നിൽ കീഴടങ്ങും. അല്ല, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായോ? പുള്ളി ഇടഞ്ഞു നിന്നപ്പോ ചെന്ന്? അല്ല, ഇടഞ്ഞു നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ ബൈജുവിന്റെ അടുത്ത് ഇടഞ്ഞു നിൽക്കുമ്പോ നമ്മൾ ഉടക്കി കഴിഞ്ഞാൽ ബൈജു താഴൂല. ബൈജു വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ബൈജു സിനിമയില് ആ ലൂസിഫറിന്റെ ക്യാരക്ടർ പോലെയാണ്. ഒരു മര്യാദ വേണ്ടേ എന്ന് ചോദിക്കുന്ന